ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജാതിക്ക കിട്ടിയിട്ടുണ്ട്. അത് അച്ചാറിട്ടാലോ? വായോ. ആദ്യം നമ്മൾ ജാതിക്കയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് അവിടോട്ടൊരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ല, നല്ലെണ്ണയാണ്. നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കായമിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ കായം അതിലോട്ട് ആ എണ്ണ ജസ്റ്റ് ഒന്ന് പിടിച്ചെടുക്കട്ടെ, ആ കായത്തിൻ്റെ ആ ഒരു ഇത്. അപ്പം നമ്മൾ ഇവിടെ ഇന്നത്തെ ആഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. എന്നിട്ട് ആ കായം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. കടുകിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ജാതിക്കയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജാതിക്ക ഉപ്പുമായിട്ട് തിന്നാൽ നല്ല ടേസ്റ്റായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പം ഇത് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ തങ്കമണിയമ്മയാണ്, അമ്മയുടെ അമ്മയാണ്. അപ്പം തങ്കമണിയമ്മയാണ് ഇതിൻ്റെ റെസിപ്പി ഫുള്ളും. അങ്ങനെ അതൊന്ന് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കുറച്ച് നേരം ഇനി അവിടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാശ്മീരിയാണ് ഇട്ടത്, കുറച്ച് കളറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത കായം അത് പിച്ച് കീറി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ജാതിക്കയൊക്കെ ഒരുവിധം ഏകദേശം നല്ലൊരു റെഡ് കളറായി വരും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി വിനാഗിരി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞും അതും ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് കറിവേപ്പില, ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിനകത്തോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ടേസ്റ്റിംഗ് ടൈം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്ന വേറെ ആരുമല്ല, ഞാനും രേവൂസുമാണ്. രേവുവിന് കയ്യിലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. എരിവുണ്ടെന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത്. സൂപ്പറാണെന്ന് പറയാം കേട്ടോ. അവൾക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ മുഖത്തോട്ടൊക്കെ തേക്കാൻ വരുന്നത് ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ മുഖത്ത് തേക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ ഇറക്കി വിട്ടു. അവസാനം കണ്ടോ, ഞാൻ എന്നിട്ട് ഇറക്കിയിട്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.